എന്നുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ വെച്ച് നമ്മൾ പഠിക്കണം. അതാണ് വിശ്വാസം പറയുന്നത്. എന്താ വിശ്വാസം? കാണപ്പെടാത്ത ഒരു ജീവിതം, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം. കാണപ്പെടാത്തവ ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടാത്തവ എന്ന് മാത്രമല്ല, അനന്തമായ ഒരു ജീവിതമുണ്ട്. ഈ വിശ്വാസത്തിൽ ഇപ്പൊ പൂർണ്ണ ദൃഢത തോന്നുന്നവരെന്ന് കരമുയർത്തിയേ. ഈ ജീവിതത്തിന് ശേഷം മരണാനന്തര ജീവിതം അനന്തമായ ഒരു ജീവിതമാണെന്നും അതിന് വലിയ സാധ്യതകൾ അവിടെ നമുക്ക് പ്രവർത്തനത്തിലുണ്ടെന്നും വിശ്വസിക്കുന്നവർക്ക് കടമുയർത്താൻ പറയുന്നത് അതങ്ങ് പ്രഖ്യാപിക്കാനാണ്. ആ ബോധ്യത്തിലാണ് നമ്മൾ പറയുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തിൽ ശരീരത്തിൽ ഉയർത്തുന്നതുമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഇത് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു ആനന്ദം ഉണ്ടാവുകയാണ്. ആ ആനന്ദമാണ്, ആ ആനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തിലുള്ള എല്ലാം നമുക്ക് നഷ്ടമാകാൻ തോന്നുള്ളൂ. നമുക്കിതൊന്നും വേണ്ട എന്ന് തോന്നുള്ളൂ. ഇതുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. അപ്പോ ഇനിയും പല പ്രാവശ്യം ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത് മാത്രമല്ല, ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കും പിന്നീട്. അത് 2-3 ദിവസം കഴിഞ്ഞിട്ടാകാം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും വിശ്വാസവും ജ്ഞാനവും എന്ന വിഷയമാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷികമായ വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയിലായിരിക്കണം എന്നതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശിശു ജ്ഞാനം നിറഞ്ഞ് ശക്തൻ. എന്തോരം മാതാപിതാക്കളാണ് മക്കളെ കുറിച്ച് പരിതപിക്കുന്നത്. അതിനൊരു കാരണം, ഈ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ നമ്മളെ ആരും ദൈവിക ജ്ഞാനം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ ഉടനെ എഴുത്തിയിരുത്തിയത് പാറ എന്ന് പറഞ്ഞു പഠിപ്പിച്ചതെല്ലാം എന്ത് പഠിക്കാൻ വേണ്ടിയാ? ദൈവവചനം പഠിക്കാൻ വേണ്ടിയാണോ? ദൈവം സ്നേഹമാണെന്ന് എഴുതി പഠിച്ചോ? അപ്പൊ ദൈവിക ജ്ഞാനം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിരവധി ടെലിവിഷൻ ചാനലുകളിലും ഈ ധ്യാന കേന്ദ്രങ്ങളിലൂടെയുമുള്ള നിരവധി ശുശ്രൂഷകളിലൂടെ നമ്മൾക്ക് ഒരു വലിയ സംഭവമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ഞാൻ നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ ഉള്ള പോലെ ഉള്ള ധ്യാന കേന്ദ്രങ്ങൾ ലോകത്തിൽ മറ്റൊരിടത്തുമില്ല. ഈ കൊച്ചു കേരളത്തിൽ 125 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഹല്ലേലൂയ! 125 ധ്യാന കേന്ദ്രങ്ങൾ. അപ്പോ ഇത് തീർച്ചയായിട്ടും ലോകവ്യാപകമായ എന്തോ ഒരു പുതിയ കൊടുങ്കാറ്റിന്റെ ആരംഭമാണ് ഇവിടെ. ഒരു പ്രത്യേക ആത്മീയതയുടെ ആരംഭമാണ് ഇവിടെ. നമ്മൾ മറ്റാരെയും അനുകരിക്കുകയല്ല വേണ്ടത്, നമ്മളെ മറ്റുള്ളവർ അനുകരിക്കണം. നമ്മൾ ഒരു പുതിയ ക്രൈസ്തവ സംസ്കാരം ഉണ്ടാക്കണം. ഭൗതികതയിൽ അടിസ്ഥാനമിടാതെ ആത്മീയതയിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും പടുത്തുയർത്തപ്പെടുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണം. അത് നമ്മൾ പ്രഘോഷിക്കുക മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിൽ നിറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ മറ്റൊരവസ്ഥ, നീ ഭൂമിയുടെ ഉപ്പാണ്, നീ ലോകത്തിന്റെ പ്രകാശമാണ്. നമ്മുടെ ആത്മാവിൽ നിന്ന് ഇത് ലോകം മുഴുവനിലേക്കും പടരും. ഹല്ലേലൂയ! നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം
വളരാൻ യാതൊരു ശക്തിയില്ല. ആ ഭൗതികത മറ്റൊരാത്മാവിന് തുളച്ചു കയറാൻ ശക്തിയില്ല. എന്നാൽ നമ്മൾ ആത്മീയതയെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഒരാത്മാവിന് മലകളെ മാറ്റാനുള്ള ശക്തിയുള്ള വിശ്വാസമാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കോടാനുകോടി ആത്മാവുകളിലേക്ക് അത് തുളച്ചു കയറും. ഈ ധ്യാനകേന്ദ്രത്തിലെ അഡോറേഷൻ സെന്ററിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചുമകളും ഒരമ്മാമയും മതി ഈ ലോകം മുഴുവനിലേക്കും ഇത് പ്രസരിക്കാൻ. യേശുവിന്റെ വരവിന് മുൻപ് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു ഭാഗം ഭയങ്കര മനോഹരമാണ്. ഇവിടെ ദിനരാത്രം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാനിത് പറയുകയാണ്. ദിനരാത്രം തപസ്സെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യാം. നിങ്ങളും അതിലുള്ളവരാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു മഹതിയുടെ കാര്യമാണ്. ഫനവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. എവിടെ? യേശുവിനെ കാഴ്ചവെക്കാൻ കൊണ്ടുചെന്നപ്പോൾ ആ ദേവാലയത്തിലുണ്ടായിരുന്നു. ഇവൾ കന്യാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ച് 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ എല്ലാ പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. Praise the Lord. 7 വർഷം വിവാഹം കഴിഞ്ഞ് 7 വർഷം വിവാഹ ജീവിതം. അപ്പൊ അന്നത്തെ കണക്കിന് ഒരു 17 വയസ്സിൽ കല്യാണം നടത്താൻ ബുദ്ധിയായിരിക്കാം. 17 വയസ്സ് മുതൽ 7 വർഷം ഭർത്താവിനോടുകൂടി ജീവിച്ചു. അപ്പൊ എത്രയായി? 24 വയസ്സ്. 24-ാമത്തെ വയസ്സിൽ വിധവയായ അവൾ ശേഷ ജീവിതം മുഴുവൻ 84 വയസ്സ് വരെ 60 വർഷം. മനസ്സിലാക്കണം. എത്ര നാള്? 60 വർഷം. അവരോട് ചാടി പ്രവർത്തിക്കാൻ പോയോ? അവരെന്ത് ചെയ്തു? എല്ലാ പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദേവാലയം വിട്ടു പോകാതെ താമസിരുന്ന് പ്രാർത്ഥിച്ചു. Praise the Lord. അവിടേക്കാണ് ഇതാ മാതാവ് രക്ഷകനെയും കൊണ്ട് കടന്നു വന്നത്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇതാരാണ്. അപ്പോ അത്തരത്തിലുള്ള ആത്മീയതയുടെ ആഴമായ പ്രാർത്ഥനകൾ നിറഞ്ഞ കാലഘട്ടം യേശുവിന് മുൻപുണ്ടായിരുന്നു. യേശുവിന് ശേഷം അതിൽ കൂടുതൽ ഉണ്ട് തന്നെ. അനേകം കന്യാസ്ത്രീമാർ മഠങ്ങളുണ്ട്. ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി മാത്രം കാഴ്ചവെച്ചുകൊണ്ട് ദിനരാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരെല്ലാവരുടെയും ജ്ഞാനം എന്താണ്? ഈ ലോകത്തിൽ ഒന്നും വേണ്ട. കാരണം ഈ ജ്ഞാനം ദൈവത്തിനെ കുറിച്ചുള്ള അറിവിൽ ഉയരുക. ദൈവത്തെ കുറിച്ചുള്ള അറിവ്. എന്നാൽ ഇത് കന്യാസ്ത്രീ മഠങ്ങളിലും പവേദങ്ങളിലും മാത്രം അല്ല, നമ്മളെ പോലെയുള്ള സാധാരണ ജീവിതം നയിക്കുന്ന അൽമായർക്കും സാധ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പല വിശുദ്ധരെയും നമുക്കറിയാം. ഈ ദൈവിക ജ്ഞാനത്തിനെ കടന്നു പോകാൻ എല്ലാവരും സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഒരേ മാമോദീസയാണ് സ്വീകരിക്കുന്നത്. സാധാരണ മനുഷ്യരായ നമ്മൾക്ക് സാധ്യമാണ്. ഞാനൊരു എഞ്ചിനീയറായിരുന്നു, ഒരു കുടുംബസ്ഥനാണ്, ഒരപ്പനാണ്, അപ്പൂപ്പനാണ്, ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ എനിക്കും ദിനരാത്രം ഇരുന്ന് പ്രാർത്ഥിക്കാനും
ജനകോടികളിലേക്ക് ഇത് പ്രസരിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ ഈ ആധ്യാത്മികതയെ കുറിച്ച് മിണ്ടാടത്തിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുമ്പോൾ അവർ അതിശയപ്പെടുക, നീതിക്ക് എങ്ങനെ ഇതെല്ലാം മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പുതിയ കാറ്റ് വീശുന്നു. മഠത്തിന്റെയും പവേന്ദ്രകളുടെയും അപ്പുറത്ത് ഓരോ കുടുംബത്തിലും, ഓരോ ആത്മാവിലും, ഓരോ ആത്മാവിലും നിരവധിയായ ശക്തി ജ്ഞാനം ഒഴുകിക്കൊണ്ട് ദൈവരാജ്യം അത്രയ്ക്ക് ശക്തമായി വികസിപ്പിക്കണം. എന്തിനാ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മാമോദീസ പോലും മാമോദീസ സ്വീകരിക്കാത്ത എത്ര പേരാണ്. എത്ര ശക്തമായ ദൈവാനുഭവത്തിലും ക്രിസ്തു സാക്ഷ്യത്തിലും വലുതാനങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇവിടെ മാമോദീസ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കി. അവരെ 3-4 പേര് കൈവച്ച് കാണിച്ചു. അപ്പോ നമ്മൾ കർത്താവിനെ, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ നിസ്സാരതയാണല്ലേ കാണേണ്ടത്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? യേശുക്രിസ്തു വന്നപ്പോ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശുക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു? ലോകം മുഴുവനും വേണ്ടി മരിച്ചു. എനിക്ക് ഒരുപാട് പേരെ അറിയാം. നമ്മളാരും പ്രഘോഷിക്കാനില്ലാത്തത് കൊണ്ടാണോ യേശുക്രിസ്തു നേരിട്ട് വന്ന് അവരോട് പ്രഘോഷിക്കുന്നു എന്ന്? ഒരു പെൺകുട്ടിയുടെ സാക്ഷി ഇതാണ്, എന്റെ പേര് അമ്പിളി, ഞാനൊരു വചന പ്രഘോഷണം കേട്ടിട്ടില്ല, ഞാൻ റേഡിയോ കേട്ടിട്ടില്ല, ഞാൻ ടെലിവിഷൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരു ദിവസം രാത്രി എന്റെ അടുത്ത് ഒരാൾ വന്ന് എന്നോട് പറയുകയാണ്, അമ്പിളി, സ്നേഹം നിറഞ്ഞ ഈ വിളി കേട്ടിട്ട് ഞാൻ പോയി തിരിച്ചു. ഞാൻ ചോദിച്ചു, ആരാണ്? ഞാൻ നിന്റെ രക്ഷകനായ യേശുക്രിസ്തുവാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇങ്ങനെ എത്ര പേരുടെ സാക്ഷ്യമുണ്ട്. രക്ഷയുടെ ദൈവത്തിന്റെ ജ്ഞാനത്തിന് പകർത്താനായിട്ട് കാറ്റ് പോലെയാണ് പറയുന്നത്. അർത്ഥം കാറ്റ് പോലെയാണ്. നമ്മുടെ മാനുഷികമായ ജ്ഞാനത്തിൽ ഒതുങ്ങില്ല ഒരിക്കലും. അതിവിശാലമായ ഒരു പ്രവർത്തനമാണ്. അളന്നല്ല ഞാൻ ആത്മാവിനെ നൽകുന്നത്, അളവില്ലാതെ നൽകുന്നു. പാടല്ല. യേശുവിന്റെ ബാല്യകാലത്തിന്റെ രണ്ടാമത്തെ സംഭവം അവിടെ പറയുന്നത് 12 വയസ്സായപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ബാലനായ യേശു ദേവാലയത്തിൽ അവൻ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമായിരുന്നു. കേട്ടവരെല്ലാം 47 കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവന്റെ ബുദ്ധിശക്തി. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ യേശുവിന്റെ ജ്ഞാനവും ബുദ്ധിയും നമുക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കുന്നുവോ? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്.
എന്തിനാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്? ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു. ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ ഒരു പ്രബോധനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നാണ് ഈശോ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ മേൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ തലയിലോ യേശുവിന്റെ ശരീരത്തിലോ എന്നല്ല അർത്ഥം. യേശുവിലൂടെ യേശുവാകുന്ന സഭയിൽ മുഴുവനും എന്നർത്ഥം. എന്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ ആ യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലരിലും ശിഷ്യന്മാരിലും മാമോദീസായിലൂടെ ആരെല്ലാം യേശു നിറഞ്ഞിരിക്കുന്നുവോ അവരിലെല്ലാം കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഞാൻ യെശയ്യായുടെ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിലാണ് ഇതേ വചനം തന്നെ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ, അവന്റെ മേൽ